മറ്റുള്ള ആരാധനാ കർമ്മങ്ങളെ പോലെയല്ല നമസ്കാരം. നമസ്കാരം എന്ന് പറയുന്നത് മതത്തിന്റെ അകത്ത് നിങ്ങൾക്ക് പ്രവേശനം വേണോ, നമസ്കാരം നിർവഹിച്ചേ പറ്റൂ. നമസ്കരിക്കണം, അത് ഒഴിവാക്കുവാൻ വേണ്ടി പാടുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ 1000 തവണ പറയുകയാണ് ഞാൻ മുസ്ലിമാണ് എന്ന്. അവൻ നമസ്കരിക്കുന്നില്ല എങ്കിൽ അവൻ 1000 തവണ പറഞ്ഞാലും ശരി അവൻ മുസ്ലിമല്ല. അതല്ല, ലക്ഷക്കണക്കിന് തവണ പറഞ്ഞാലും ശരി അവന് മുസ്ലിമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ള ആരാധനാ കർമ്മങ്ങളെ പോലെയല്ല, മറ്റുള്ള മതങ്ങളെ പോലെയല്ല ഇസ്ലാം എന്ന് പറയുന്നത്. നമസ്കാരമുണ്ടോ അവന് ദീനിലാണെന്ന് മനസ്സിലാക്കുക. നമസ്കരിക്കാത്ത ഒരാള് ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ, അവൻ ഉണ്ടാകാത്തതാണ് അവൻ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവൻ ജനിക്കാതിരിക്കുന്നതാണ്, അവനിവിടെ ഈ ഭൂമുഖത്ത് നിലകൊള്ളാതിരിക്കുന്നതാണ് നിലകൊള്ളുന്നതിനേക്കാൾ നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദീന്, നമസ്കാരം എന്ന് പറയുന്നത് അടിസ്ഥാനമാണ്, അസാസുദ്ദീൻ, അടിത്തറയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, അൽ അഹ്ദുൽ ലദീ ബൈനനാ വബൈനഹും അസ്സലാത്തു ഫമൻ തറകഹാ ഫഖദ് കഫറ. നമുക്കും അവർക്കും ഇടയിലുള്ള ഉടമ്പടി എന്ന് പറയുന്നത് അസ്സലാ, നമസ്കാരമാകുന്നു. ബൈനൽ റജുലി വൽ കുഫ്രി തർക്കുസ്സലാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നമസ്കാരം അത് ഉപേക്ഷിച്ചാൽ കുഫ്റാണ് കൂട്ടരെ, സത്യനിഷേധമാണ് കൂട്ടരെ. നമ്മൾ അറിയണം, മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ലാ ഹബ്വ ഫിൽ ഇസ്ലാം. നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ ഓഹരിയില്ല എന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു ആവർത്തിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമസ്കരിക്കുമ്പോ നമുക്ക് മനഃശാന്തി ഉണ്ടാകുന്നു. റബ്ബിന്റെ മുമ്പിൽ റുക്കൂഅ് ചെയ്യുമ്പോ, സുജൂദ് ചെയ്യുമ്പോ മനസ്സിന്റെ ടെൻഷനൊക്കെ അകലുന്നു. മനസ്സിന്റെ അകത്ത് ഒരു പ്രകാശം ഉണ്ടാകുന്നു. ഒരു മുസ്ലിമായ മനുഷ്യന് ആഹ്ലാദം ഉണ്ടാകുന്നു, അവന് ശാന്തി ഉണ്ടാകുന്നു, സമാധാനം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അരിഹനാ ബിസ്സലാത്തി യാ ബിലാൽ. ബിലാലേ, നിങ്ങൾ നമസ്കാരത്തിന് ഒരുങ്ങുക. നമസ്കാരം കൊണ്ട് ആശ്വാസം വരട്ടെ, റാഹത്ത് വരട്ടെ, ആശ്വാസം വരട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. എന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് അത് കൃത്യമായി നിർവഹിച്ചു പോരുന്ന മനുഷ്യന് നൂറുൻ വബുർഹാനുൻ വനജാത്തുൻ, നാളെ റബ്ബിന്റെ കോടതിയിൽ അവന് പ്രകാശം ഉണ്ടായിരിക്കും, അവന് ബുർഹാൻ ഉണ്ടായിരിക്കും, അവന് തെളിവും പ്രമാണവും ഒക്കെ ആയിരിക്കും, പ്രകാശമായിരിക്കും, നജാത്ത്, വിജയമുണ്ടായിരിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ നമസ്കരിക്കാത്ത മനുഷ്യനോ അവന് നാളെ റബ്ബിന്റെ കോടതിയിൽ പ്രകാശം ഉണ്ടാവുകയില്ല, അവന് ഒരു തെളിവും ഉണ്ടാവുകയില്ല. അനുകൂലമായിക്കൊണ്ട് എതിരായിട്ടായിരിക്കും സകല തെളിവുകളും. അവന് വിജയമുണ്ടാവുകയില്ല. മാത്രമല്ല, അവൻ ആരുടെ കൂടെയാണ് നാളെ റബ്ബിന്റെ കോടതിയിലെന്നോ? അവൻ ഖാറൂന്റെയും ഹാമാന്റെയും ഫിർഔനിന്റെയും ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും ഒക്കെ കൂടെയായിരിക്കും. ലോക ചരിത്രം കണ്ട നിന്ദരും നികൃഷ്ടരും അതുപോലെ തമ്മാടികളുമായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലായിരിക്കും മനുഷ്യ. നീ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ മടി കാണിക്കുന്നുവെങ്കിൽ, റബ്ബിന്റെ മുമ്പിൽ റുക്കൂഅ് ചെയ്യാൻ മടി കാണിക്കുന്നുവെങ്കിൽ, നീ നാളെ റബ്ബിന്റെ കോടതിയിൽ സ്വർഗത്തിലല്ല, സന്തോഷത്തിലല്ല, മറിച്ച് നീ ഫിർഔനിന്റെയും ഖാറൂന്റെയും ഹാമാന്റെയും ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും കൂടെയായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അവ്വലു മാ യുഹാസബു ബിഹി അൽ-അബ്ദു
മനുഷ്യൻ നാളെ റബ്ബിന്റെ കോടതിയിൽ അവന്റെ കർമ്മങ്ങളിൽ നിന്ന് ഒന്നാമതായി കൊണ്ട് വിചാരണ ചെയ്യപ്പെടുക നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കും. പ്രിയപ്പെട്ടവരെ, നീ സുബ്ഹിക്ക് സുജൂദ് ചെയ്തിട്ടുണ്ടോ? നീ ളുഹറിന് റുകൂഅ് ചെയ്തിട്ടുണ്ടോ? റബ്ബിന്റെ മുമ്പിൽ നീ കുമ്പിട്ടിട്ടുണ്ടോ എന്ന് നിന്നെ പരിശോധിക്കും, വിചാരണ ചെയ്യും. നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ എന്ന്. ഇല്ല എങ്കിലോ അവൻ തകർന്നു, അവൻ പരാജയപ്പെട്ടു, അവൻ ശിക്ഷക്കർഹനായി തീർന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവ്, ആ മഹാനായ പ്രവാചകൻ ഈ ദുനിയാവിൽ നിന്ന് മരണമടയാൻ വേണ്ടി ആ അവസാനത്തെ സമയമാണ്. തൊണ്ടയിൽ എന്നുള്ള ശബ്ദമുണ്ട്. ആ സന്ദർഭത്തിൽ പോലും ഈ സമുദായത്തിന് നൽകുന്ന വസിയത്ത് എന്താണ്? നമസ്കരിക്കണം, നമസ്കാരം ഒഴിവാക്കിക്കൂടാ. ആ നിങ്ങളും നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുടെ ഭാര്യയും മക്കളും നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളും ഒക്കെ നമസ്കരിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ഒരു പിതാവ് സ്വാലിഹാൻ, നല്ല മനുഷ്യനാണ്. ആ പിതാവ് കാലത്തെഴുന്നേൽക്കുന്നു, എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തുന്നു, എന്നിട്ടോ തന്റെ ആൺമക്കൾ വിളിച്ചു നിർത്തുന്നു, എന്നിട്ട് വുളൂ ചെയ്യുന്നു, എന്നിട്ട് റബ്ബിന്റെ ഭവനത്തിലേക്ക് ആ മനുഷ്യൻ പോകുകയാണ്, അല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോകുകയാണ്. എന്നിട്ട് നമസ്കാരം നിർവഹിക്കുന്നു. ആ മനുഷ്യന് നടന്ന് പള്ളിയിലേക്ക് പോകുമ്പോ അവൻ ഓരോ കാലം എടുത്തു വെക്കുമ്പോ അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നു, അവന്റെ തിന്മകൾ മായ്ക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്നു. അവന്റെ പദവികൾ റബ്ബിന്റെ കോടതിയിൽ വലിയതായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ മലായികത്തുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുവേ ഇവന്റെ പാപം പുറത്തു കൊടുക്കണമേ, ഇവന് കാരുണ്യം ചൊരിയണമേ എന്ന് മലായികത്തുകൾ ഈ പള്ളിയിൽ കടന്നു വന്നിട്ടുള്ള മുസ്ലിമായ നമസ്കരിക്കുന്ന മനുഷ്യനെ വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. പലരും ജുമുഅക്ക് തന്റെ മക്കളെ കൊണ്ടുവരാറുണ്ട്. പോരാ, മറ്റുള്ള നമസ്കാരങ്ങൾക്കും മക്കളെ കൊണ്ടുവരണം, അത് അവന്റെ നന്മകൾ രേഖപ്പെടുത്തുമെന്നാണ്. കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, കടകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, റിജാലുൻ ലാ തുൽഹീഹിം. കച്ചവടമാകട്ടെ, ക്രയവിക്രയങ്ങളാകട്ടെ, ഇതൊന്നും അല്ലാഹുവിന്റെ ദിക്റുകളിൽ നിന്ന്, അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് അവരെ അശ്രദ്ധരാക്കുകയില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. നമസ്കാരം തോന്നുന്ന സമയത്ത് നിർവഹിക്കാനുള്ളതല്ല, കൃത്യസമയത്ത്, അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്ത്, സുബഹിന്റെ സമയത്ത് നിർവഹിക്കണം. ഓരോന്നും അതിന്റെ സമയത്ത് നിർവഹിക്കണം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം കൂടെ അവസാനിപ്പിക്കാം. ഒരു പുഴ ഒരു മനുഷ്യന്റെ വീടിന്റെ മുമ്പിലൂടെ ഒഴുകുകയാണ്. ആ മനുഷ്യൻ ആ പുഴയിൽ നിന്ന് 5 സമയങ്ങളിൽ കുളിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആ മനുഷ്യന്റെ ശരീരത്തിൽ വല്ല ചെളിയും ബാക്കിയാകുമോ? അവര് സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല പ്രവാചകരെ, ഇല്ല, അവന്റെ ശരീരത്തിൽ ചെളിയും അവന്റെ ശരീരത്തിൽ മറ്റെല്ലാ അവശിഷ്ടങ്ങളൊന്നും തന്നെ ബാക്കിയാവുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതുപോലെയാണ് നമസ്കാരം. 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്ന മനുഷ്യൻ അവന്റെ മനസ്സിൽ പാപങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും അതായത് വിശുദ്ധ ഖുർആനിൽ ആയത്തുകളുണ്ടായി നല്ലൊരു വിഭാഗം, അതിനുശേഷം നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരു വിഭാഗം കടന്നു വന്നു എന്നുള്ളതാണ്. പിതാവ് നല്ല ആളായിരിക്കും, ഉമ്മ നല്ല ആളായിരിക്കും, മക്കൾ നമസ്കാരം നഷ്ടപ്പെടുന്ന ആളുകൾ. നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന അതിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ആളുകൾക്ക് നാശം. നമസ്കാരം കൃത്യമായി ഇരട്ടിക്കുവാൻ ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ സന്മനസ് കാണിക്കുക. റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ നമ്മൾ തയ്യാറാവുക. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും നമസ്കാരത്തിന്റെ സമയമായാൽ അത് നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു
മാപ്പാക്കി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.